നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനമ്മയും വിട്ട് എനിക്ക് ഒരിടത്തേക്കും വരാൻ പറ്റില്ല. കേട്ടില്ലേ? ഇതാണ് അവളുടെ മനസ്സ്. രാധിക 1-2 വട്ടം ലൊക്കേഷനിൽ വന്നിരുന്നു. അവിടെ എല്ലാവരും ഇവളെക്കുറിച്ച് തിരക്കി. രാധിക അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വേഷം വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അതില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. എന്താടി കൂടെ നടന്ന് നീ പറയിപ്പിക്കുന്നതാണോ ഇതൊക്കെ? കുടുംബത്തിലെ നാണം കെടുത്തോ നീ? അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ചെയ്ത ഉപകാരത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. രാധിക മോളെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് മോളെ സിനിമയിലേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. എന്റെ ഇളയ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങൾ തന്നെയാ അവൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയത്. അയ്യോ, നിങ്ങളുടെ തൊഴിൽ മോശമായതുകൊണ്ടല്ല കേട്ടോ, അത് ഞങ്ങളുടെ രീതികൾക്ക് പറ്റാത്തതുകൊണ്ടാ. തിരുമേനി, രാധിക ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയത് തീർത്തും നിസ്സാരക്കാരല്ല. അവരിനിയും ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ആരാ? കുറെ നേരം കൊണ്ട് വിളിക്കുന്നതാ. രാത്രി ആയാലെങ്കിലും നിർത്തിക്കൂടെ? കട്ട് ചെയ്തേക്ക്. ശരി മാഡം. എന്ത് കഷ്ടമായത്! എത്ര തവണയായിട്ട് അവരെ വിളിക്കുന്നതാ. മറ്റു നടിമാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാ അവർക്കുള്ളത്? നമ്മള് കാണാത്തതാണോ ഇവരെയൊക്കെ? ദേഷ്യപ്പെടണ്ട, ആവശ്യം നമ്മുടെതല്ലേ. ഇനി വിളിച്ചു നോക്കുന്നതില് അർത്ഥമില്ല. നേരിട്ട് പോയി കാണാം. ശ്യാമയ്ക്ക് മുമ്പ് അവരുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കണം. വിനയപ്രസാദിന്റെ അടുത്തേക്ക് മാത്രമല്ല, ശ്യാമയുടെ മകൾക്ക് മുമ്പിലും ശ്യാമയ്ക്ക് മുമ്പേ എത്തേണ്ടത് നമ്മളാ. രാധികെ, ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ. നാളെ ഷൂട്ടുള്ളതാണ്. ദൈവത്തെ പോലെ എന്റെ മകളെ കാത്തു രക്ഷിച്ചു. നന്ദിയുണ്ട്. രാധിക, കാലം കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും സ്ത്രീകളുടെ അവസ്ഥയില് കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോ അവളെ പുറകിൽ നിന്ന് വലിക്കുന്നതും ചില സ്ത്രീകളാണ്. അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റുകൊടുക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മൾ സ്വയം തയ്യാറാകണം. അപ്പോ പെണ്ണ് ജയിച്ചു തുടങ്ങും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.